ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പെൻഷൻകാരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് യുവാർ പ്രദീപ് MLA. വടക്കാഞ്ചേരി ബ്ലോക്ക് പെൻഷനേഴ്സ് യൂണിയൻ സമ്മേളനം ആവേശമായി. പെൻഷൻകാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് കരുത്തു പകർന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്കിന്റെ 34ാം വാർഷിക സമ്മേളനം ദേശമംഗലത്ത് ആവേശോജ്വലമായി നടന്നു. തലശ്ശേരി ഹൈ പാലസ് ഹാളിൽ നടന്ന സമ്മേളനം ചേലക്കര MLA യുവാർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. അതിലേക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ നാം കുടുംബാംഗങ്ങളെ ആശ്രയിച്ച് നിലവിലേക്ക് വരുന്നോ എന്ന പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് മെഡിസിപ്പ് പോലുള്ള ചില കാര്യങ്ങൾ തുടക്കം കുറിച്ചത്. എന്നാൽ മെഡിസിപ്പിൽ ഈ കുറേ പോരായ്മകളുണ്ട്. അപ്പോൾ എൻ്റെ പെങ്ങളുടെ ചികിത്സയിൽ ബന്ധപ്പെട്ട് അഴിയൻ കേസിൽ നിൽക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് മെഡിസിപ്പുണ്ട്. ചില ഹോസ്പിറ്റലുകളിൽ അദ്ദേഹം ചികിത്സയിൽ ബന്ധപ്പെട്ട അവധയിലാണ്. കഴിഞ്ഞ ദിവസം അമ്മയുടെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിച്ചപ്പോൾ തുറന്ന് മറുപടി പറയാൻ പറ്റില്ല. MLA ആയിട്ട് വിളിക്കുന്നത് എങ്ങനെ പറ്റില്ല എന്ന് പറയും. അദ്ദേഹം ആലോചിച്ച് കുറച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ റീംബേഴ്സ്മെന്റ് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തരാം. അതിപ്പോൾ അവരുടെ ആവശ്യമില്ലല്ലോ. നടത്തിത്തന്നത് അവിടെ നടത്തിയ കാര്യങ്ങൾ ബില്ല് തന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യാം. പക്ഷെ ഇവിടെ ക്യാഷ്ലെസ് ആയി ചെയ്യാൻ കിട്ടണം എന്നതാണല്ലോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. പിന്നീട് അദ്ദേഹം ഒരു രഹസ്യമായി പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് ഒരുപാട് പണം കിട്ടാറുണ്ട്. അത് കിട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ പറ്റാതെ പോയത്. ഞാനാണ് അത് മാനേജറുള്ളൂ എന്നൊന്ന് അത് ശരിയുണ്ടോ? മെഡിക്കൽ രംഗത്ത് ഇത്രയും കാര്യങ്ങൾ ഒരു സേവന മനോഭാവത്തിൽ നോക്കി കിട്ടുന്ന അത് ആ ഭാഗത്തോട് നോക്കണം. നമ്മുടെ വാങ്ങിക്കുന്ന ഈടാക്കുന്ന ഫീസും മറ്റും എല്ലാം വായിക്കും. അതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് സേവനം നൽകുന്നത് കണ്ട് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ്റായാലും നമുക്ക് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ഈ സേവനം സമയബന്ധിതമായിരിക്കും. അത് ഗവൺമെൻറ് കൊടുക്കുന്നത് ഗവൺമെൻറ്റാണോ ഈ ഉറപ്പ്? പെൻഷൻകാർ നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഉറപ്പു നൽകി. ബ്ലോക്ക് പ്രസിഡന്റ് MJ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി MM രഘുനാഥൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംഘടനാ റിപ്പോർട്ട് ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിലും പ്രവർത്തന റിപ്പോർട്ട് ബ്ലോക്ക് സെക്രട്ടറി PK സജീവനും അവതരിപ്പിച്ചു. ബ്ലോക്ക് ട്രഷറർ K നാരായണൻകുട്ടി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC സന്ധ്യ ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ് മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം തോമസ് M മാത്യു എന്നിവർ വിശിഷ്ടാതിഥികളായി. 8 യൂണിറ്റുകളിൽ നിന്നായി നടന്ന കലാമത്സരങ്ങളിൽ വിജയികളായവർക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി ബ്ലോക്ക് പ്രസിഡന്റ് പതാക ഉയർത്തുകയും തുടർന്ന് അംഗങ്ങളുടെ വൻ പങ്കാളിത്തത്തോടെ തലശ്ശേരി സെന്റർ ചുറ്റി പ്രകടനവും നടന്നു. വൈസ് പ്രസിഡന്റ് CE ഷെയ്ഖ് അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ CR രാധാകൃഷ്ണൻ, TT ബേബി, രക്ഷാധികാരി OR സോമശേഖരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.